ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ക്യാൻഡലിനെ ഈ ഒരു ക്യാൻഡലിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ട്രേഡ് എടുക്കാൻ പോകുന്നത്. നമ്മുടെ സെഷൻ ക്യാൻഡിൽ ബോക്സസ് ബൈ ബി സി ബെലവേറ്റ് എന്ന് പറഞ്ഞ സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിപ്പം ബുള്ളിഷ് ട്രെൻഡാണ് കാണിക്കുന്നത്. ട്രേഡ് ബുള്ളിഷാണ് നോക്കാം. നമുക്ക് രണ്ട് പ്രശ്നങ്ങളുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, നമുക്ക് റിസ്ക് ഒന്ന് കുറയ്ക്കാം, 0.25 ആക്കാം. ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, രണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. അതുപോലെ EMA ലൈനോട് അടുത്തായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് കൺസോളിഡേഷൻ നടക്കാനുള്ള ചാൻസും കാണുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം നമ്മുടെ സിഗ്നൽ ഒന്ന് ബോക്സ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ചെയ്യാം. ബുള്ളിഷ് ചാൻസാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ബെയറിഷാണ് മൂവ്മെൻറ്റ് നടത്തിയത്. ഓക്കെ, നമുക്കൊരു ഷോർട്ട് ട്രേഡ് എടുക്കാം. റിസ്ക് കുറച്ചാണ് എടുത്തേക്കുന്നത്. ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈയിലാണ് വെച്ചേക്കുന്നത്. ഓക്കെ, ഇതിലൊന്ന് എൻ്റെ പൊസിഷൻസ് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ട്രേഡ് കിട്ടിയേക്കുന്നത് 32.93 95.34. ഇതാണ് നമുക്ക് നമ്മുടെ പൊസിഷൻ വന്നിരിക്കുന്നത്. 1:2 കൂടെ ടാർഗറ്റ് ചെയ്യണം. ഇതുവരെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ട്രെൻഡ് പ്രകാരം ബുള്ളിഷ് ട്രേഡാണ് നോക്കേണ്ടത്. പക്ഷേ നമുക്ക് ഫസ്റ്റ് മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത് താഴോട്ടാണ്. അതുപോലെ ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ താഴോട്ടൊരു മൂവ്മെൻറ്റ് കിട്ടിയാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് മേലോട്ട് കിട്ടിയിട്ടില്ല. ഇതൊരു ഫേക്ക് ഔട്ട് ആവാനും ചാൻസ് ഉണ്ട്. ഇവിടുത്തെ ട്രെൻഡിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 1:2 ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. നമുക്ക് ഫിബ് റിട്രേസ്മെൻറ്റ് വരയ്ക്കുന്ന ടൈമിൽ ഈ ലോ മുതൽ ഹൈ വരെ ഇതാണ് ഫിബ് എടുക്കാം. നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഏരിയയിലോട്ട് മാർക്കറ്റ് വരണം എന്നുള്ളതാണ്. ഇവിടം വരെ മാക്സിമം ഇവിടെ വരും. പിന്നീട് നമ്മൾ ഏറ്റവും ലോ സോണിൽ വയ്ക്കുകയാണെങ്കിൽ ഇവിടം വരെ വരാനുള്ള ചാൻസും പ്രതീക്ഷിക്കുന്നുണ്ട്.
നമുക്ക് നമ്മുടെ RSI ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു RSIയുടെ ഈ ഒരു ലെവൽ ഇവിടെ എത്തുകയാണെങ്കിൽ നമ്മൾ അവിടുത്തെ ട്രേഡ് ഒന്ന് ക്ലോസ് ചെയ്യും. ഞാൻ ട്രേഡ് ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. നമുക്ക് എടുത്ത് അലേർട്ട് വെച്ചേക്കാം. ഓക്കെ, അലേർട്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്തു. നമ്മൾ പറഞ്ഞ ഫസ്റ്റ് ലൈനിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. പ്രൈസ് താഴോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ട്രേഡ് ഇവിടെ ക്ലോസ് ആക്കിയിട്ടുണ്ട്. $27 പ്രോഫിറ്റ്. നമ്മൾ റിസ്ക് ചെയ്തേക്കുന്നതിന് 1:2 എടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ റിസ്ക് ചെയ്തത് ഏകദേശം 0.25 ആണ്. 25% ആണ്. എന്ന് വെച്ചാൽ നമുക്കിവിടെ ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല വലുതായിട്ട്. കൺഫർമേഷൻ അല്ല, നമുക്കൊരു ട്രെൻഡ്, ഒരു കൺസോളിഡേഷൻ ട്രെൻഡ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ മൂവ്മെൻറ്റ് താഴോട്ട് തന്നെ നടത്തിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച മൂവ്മെൻറ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ പ്രോഫിറ്റ് വന്നിരിക്കുന്നത് 32.88.72 ആണ്. ഓക്കെ, 1:2.31 ആണ് നമുക്ക് റിവാർഡായിട്ട് എടുക്കാൻ പറ്റിയിരിക്കുന്നത്. ട്രേഡിൻ്റെ ഡ്യൂറേഷൻ ഏകദേശം 6 മിനിറ്റ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ട്രേഡ്.